വചനമേ നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എന്റെ ആത്മാവിനാശ്വാസമേ. വചനം വചനം വചനം. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 15-ാം അധ്യായം. നെബാത്തിന്റെ പുത്രനായ ജെറോബോവാം രാജാവിന്റെ 18-ാം വർഷം അബിയാം യൂദായിൽ രാജാവായി. അവൻ ജെറുസലേമിൽ 3 വർഷം ഭരിച്ചു. അബ്സലോമിന്റെ പുത്രിയായ അവന്റെ അമ്മയുടെ പേര് മാക്ക എന്നായിരുന്നു. തനിക്ക് മുൻപ് തന്റെ പിതാവ് ചെയ്ത എല്ലാ പാപങ്ങളിലും അവൻ ചരിച്ചു. തന്റെ കർത്താവായ ദൈവവുമായി തന്റെ പിതാവായ ദാവീദിന്റെ ഹൃദയം സമാധാനത്തിലായിരുന്നതുപോലെ അവന്റെ ഹൃദയം ആയിരുന്നില്ല. എങ്കിലും അവനുശേഷം അവന്റെ പുത്രനെ ഉയർത്താനും ജെറുസലേം നിലനിർത്താനുമായി ദാവീദിനെ പ്രതി ദൈവമായ കർത്താവ് ജെറുസലേമിൽ അവന് ഒരു ദീപം നൽകി. ഹിത്യനായ ഉറിയായുടെ കാര്യത്തിലൊഴികെ കർത്താവ് ദാവീദിനോട് കൽപ്പിച്ചതൊന്നിലും നിന്ന് മാറാതെ കർത്താവിന്റെ ദൃഷ്ടികളിൽ തന്റെ ജീവിതകാലം മുഴുവൻ അവൻ ശരിയായത് പ്രവർത്തിച്ചു. റഹോബോവാമിന്റെയും ജെറോബോവാമിന്റെയും ജീവിതകാലം മുഴുവൻ അവർ തമ്മിൽ യുദ്ധത്തിലായിരുന്നു. അബിയാമിന്റെ പ്രവർത്തികളുടെ ശിഷ്ടഭാഗവും അവൻ ചെയ്തവയോരോന്നും യൂദാ രാജാക്കന്മാരുടെ ദിനവൃത്താന്ത പുസ്തകത്തിൽ എഴുതപ്പെട്ടിട്ടില്ലേ? അബിയാമും ജെറോബോവാമും തമ്മിൽ യുദ്ധമുണ്ടായിരുന്നു. അബിയാം തന്റെ പിതാക്കന്മാരോട് കൂടെ ശയിച്ചു. അവർ അവനെ ദാവീദിന്റെ നഗരത്തിൽ സംസ്കരിച്ചു. അവന്റെ സ്ഥാനത്ത് അവന്റെ പുത്രൻ ആസ രാജാവായി. ഇസ്രായേൽ രാജാവായിരുന്ന ജെറോബോവാമിന്റെ 20-ാം വർഷം ആസ രാജാവ് യൂദായിൽ ഭരണം ആരംഭിച്ചു. അവൻ ജെറുസലേമിൽ 41 വർഷം ഭരിച്ചു. അബ്സലോമിന്റെ പുത്രിയായ അവന്റെ അമ്മയുടെ പേര് മാക്ക എന്നായിരുന്നു. തന്റെ പിതാവായ ദാവീദിനെ പോലെ ആസ കർത്താവിന്റെ ദൃഷ്ടികളിൽ ശരിയായത് പ്രവർത്തിച്ചു. നാട്ടിൽ നിന്ന് അവൻ പുരുഷവേശികളെ പുറത്താക്കുകയും തന്റെ പിതാക്കന്മാരുണ്ടാക്കിയ വിഗ്രഹങ്ങളെല്ലാം നീക്കുകയും ചെയ്തു. കൂടാതെ അവന്റെ അമ്മ മാക്ക അശേരായുടെ മ്ലേച്ഛ വസ്തു നിർമ്മിച്ചതിനാൽ അവൻ അവളെ രാജ്ഞി പദത്തിൽ നിന്ന് നീക്കി. ആസ മ്ലേച്ഛ വസ്തു വെട്ടിവീഴ്ത്തി കിദ്രോൺ അരുവിക്കരികെ വെച്ച് കത്തിച്ചു കളഞ്ഞു. എന്നാൽ അവൻ പൂജാഗിരികൾ നശിപ്പിച്ചില്ല. എങ്കിലും ആസായുടെ ഹൃദയം തന്റെ കാലമൊക്കെയും കർത്താവിനോട് സമാധാനത്തിലായിരുന്നു. അവൻ തന്റെ പിതാവിന്റെ സമർപ്പണ വസ്തുക്കളും അതായത് വെള്ളിയും സ്വർണവും പാത്രങ്ങളും കർത്താവിന്റെ ആലയത്തിലേക്ക് കൊണ്ടുവന്നു. ആസായുടെയും ഇസ്രായേൽ രാജാവായ ബാഷായുടെയും കാലമൊക്കെയും അവർ തമ്മിൽ യുദ്ധത്തിലായിരുന്നു. ഇസ്രായേൽ രാജാവായിരുന്ന ബാഷ യൂദാക്കെതിരെ യുദ്ധത്തിനു പോയി. യൂദാ രാജാവായിരുന്ന ആസായുടെ അടുത്തേക്ക് ആരും വരാതെയും പോകാതെയും ഇരിക്കേണ്ടതിന് അവൻ റാമ പണിതുയർത്തി. കർത്താവിന്റെ ആലയത്തിലെ ഭണ്ഡാരത്തിൽ ശേഷിച്ചിരുന്ന എല്ലാ വെള്ളിയും സ്വർണവും രാജകൊട്ടാരത്തിലെ ഭണ്ഡാരവും എടുത്ത് ആസ തന്റെ ദാസന്മാരുടെ കയ്യിൽ കൊടുത്തു. ദമാസ്കസിൽ വസിച്ചിരുന്ന ആരാമിലെ രാജാവായിരുന്ന ഹിസിയോനിന്റെ പുത്രൻ തബ്രിമോനിന്റെ പുത്രൻ ബെൻഹദാദിനോട് ഇപ്രകാരം പറയേണ്ടതിന് ആസ രാജാവ് അവരെ അയച്ചു. എനിക്കും നിനക്കുമിടയിലും എന്റെ പിതാവിനും നിന്റെ പിതാവിനും ഇടയിലും ഒരു ഉടമ്പടിയുണ്ട്. ഇതാ, ഞാൻ നിനക്ക് വെള്ളിയും സ്വർണവും സമ്മാനമയക്കുന്നു. ഇസ്രായേൽ രാജാവായ ബാഷ എന്റെ അടുക്കൽ നിന്ന് പിന്മാറേണ്ടതിന് നീ ചെന്ന് അവനുമായുള്ള നിന്റെ ഉടമ്പടി വിച്ഛേദിക്കുക. ആസ രാജാവിനെ ബെൻഹദാദ് ശ്രവിക്കുകയും തനിക്കുള്ള സൈന്യമേധാവികളെ ഇസ്രായേൽ നഗരങ്ങൾക്കെതിരെ അയക്കുകയും ചെയ്തു. അവൻ ഇയോൻ, ദാൻ, ആബേൽ, ബെത്മക്ക എന്നിവയും എല്ലാ നഫ്താലി പ്രദേശങ്ങളോടുമൊപ്പം കിന്നറത്ത് മുഴുവനും നശിപ്പിച്ചു. ഇതു കേട്ടപ്പോൾ ബാഷ റാമ പണിയുന്നത് നിർത്തി തിർസായിൽ താമസിച്ചു. ആസ രാജാവ് ആരെയും ഒഴിവാക്കാതെ യൂദാ മുഴുവനിലും ഇത് വിളംബരം ചെയ്തപ്പോൾ അവർ ബാഷ പണിത റാമായുടെ കല്ലുകളും അതിന്റെ മരങ്ങളും എടുത്തുകൊണ്ടുപോയി. ആസ രാജാവ് അവ കൊണ്ട് ബെഞ്ചമിൻ ഗേബയും മിസ്പയും പണിതു. ആസായുടെ പ്രവൃത്തികളുടെ എല്ലാം ശിഷ്ടഭാഗവും
അവന്റെ ശക്തി വൈഭവം, അവൻ ചെയ്തതെല്ലാം, അവൻ പണിയിച്ച നഗരങ്ങൾ എന്നിവയെക്കുറിച്ചും യൂദാ രാജാക്കന്മാരുടെ ദിനവൃത്താന്ത പുസ്തകത്തിൽ എഴുതപ്പെട്ടിട്ടില്ലേ? പക്ഷേ അവന്റെ വാർദ്ധക്യത്തിൽ അവന്റെ പാദങ്ങളെ രോഗം ബാധിച്ചു. ആസ തന്റെ പിതാക്കന്മാരോടൊത്ത് ശയിച്ചു. തന്റെ പിതാവായ ദാവീദിന്റെ നഗരത്തിൽ പിതാക്കന്മാരോട് കൂടെ സംസ്കരിക്കപ്പെട്ടു. മകൻ യെഹോശാഫാത്ത് അവന്റെ സ്ഥാനത്ത് രാജാവായി. യൂദാ രാജാവായിരുന്ന ആസായുടെ 2-ാം വർഷം ജെറോബോവാമിന്റെ മകൻ നാദാബ് ഇസ്രായേലിൽ രാജാവായി. അവൻ 2 വർഷം ഇസ്രായേലിന്റെ മേൽ ഭരണം നടത്തി. അവൻ കർത്താവിന്റെ ദൃഷ്ടികളിൽ തിന്മ പ്രവർത്തിച്ചു. തന്റെ പിതാവിന്റെ മാർഗത്തിലും ഇസ്രായേലിനെ വഴിതെറ്റിച്ച അയാളുടെ പാപത്തിലും അവൻ ചരിച്ചു. നാദാബും ഇസ്രായേൽ മുഴുവനും ഗിബത്തോണിനെതിരെ പ്രതിരോധം തീർത്തുകൊണ്ടിരുന്നപ്പോൾ ഇസാഖർ ഭവനത്തിലെ അഹിയായുടെ പുത്രനായ ബാഷ അവനെതിരെ ഗൂഢാലോചന നടത്തി. ഫിലിസ്തീരുടെ ഗിബത്തോണിൽ വെച്ച് ബാഷ അവനെ വധിച്ചു. അങ്ങനെ യൂദാ രാജാവായ ആസായുടെ 3-ാം വർഷം ബാഷ അവനെ വധിക്കുകയും അവന്റെ സ്ഥാനത്ത് രാജാവാകുകയും ചെയ്തു. രാജാവായതോടെ ജെറോബോവാമിനായി ഒരു ജീവനെയും ശേഷിപ്പിക്കാതെ ജെറോബോവാമിന്റെ ഭവനം മുഴുവനെയും ഉന്മൂലനം ചെയ്യുന്നതുവരെ അവൻ അതിനെ പ്രഹരിച്ചു. ഇത് തന്റെ ദാസനായ ശീലോൻകാരൻ അഹിയ വഴി കർത്താവ് അരുൾ ചെയ്ത വാക്കനുസരിച്ചായിരുന്നു. ജെറോബോവാം ചെയ്തതും ഇസ്രായേലിനെ വഴിതെറ്റിച്ചതുമായ പാപത്തെ പ്രതിയും ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിനെ പ്രകോപിപ്പിച്ച അവന്റെ പ്രകോപനം മൂലവുമായിരുന്നു ഇത്. നാദാബിന്റെ പ്രവർത്തികളുടെ ശിഷ്ടഭാഗവും അവൻ ചെയ്തവയോരോന്നും ഇസ്രായേൽ രാജാക്കന്മാരുടെ ദിനവൃത്താന്ത പുസ്തകത്തിൽ എഴുതപ്പെട്ടിട്ടില്ലേ? ആസായും ഇസ്രായേൽ രാജാവായ ബാഷായും തമ്മിൽ അവരുടെ കാലമൊക്കെയും യുദ്ധമുണ്ടായിരുന്നു. യൂദാ രാജാവായിരുന്ന ആസായുടെ 3-ാം വർഷം ഇസ്രായേൽ മുഴുവന്റെയും മേൽ രാജാവായ അഹിയായുടെ മകൻ ബാഷ 24 വർഷം തിർസായിൽ ഭരിച്ചു. അവൻ കർത്താവിന്റെ ദൃഷ്ടികളിൽ തിന്മ പ്രവർത്തിക്കുകയും ജെറോബോവാമിന്റെ മാർഗത്തിലും ഇസ്രായേലിനെ വഴിതെറ്റിച്ച അയാളുടെ പാപത്തിലും ചരിക്കുകയും ചെയ്തു. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 16-ാം അധ്യായം. ഹനാനിയുടെ മകൻ ഏഹുവിന് ബാഷാക്കെതിരെ കർത്താവിന്റെ വചനം ഇപ്രകാരമുണ്ടായി: ഞാൻ നിന്നെ പൊടിയിൽ നിന്ന് ഉയർത്തി എന്റെ ജനമായ ഇസ്രായേലിന്റെ മേൽ നേതാവാക്കി. എന്നാൽ നീ ജെറോബോവാമിന്റെ മാർഗത്തിൽ ചരിക്കുകയും എന്റെ ജനമായ ഇസ്രായേലിന്റെ പാപം കൊണ്ട് എന്നെ പ്രകോപിപ്പിക്കാനായി അവരെ വഴിതെറ്റിക്കുകയും ചെയ്തു. ഇതാ, ഞാൻ ബാഷായുടെ ഒപ്പമുള്ളവരെയും അവന്റെ ഭവനത്തോടൊപ്പമുള്ളവരെയും അഗ്നിക്കിരയാക്കും. ഞാൻ നിന്റെ ഭവനത്തെ നെബാത്തിന്റെ മകൻ ജെറോബോവാമിന്റെ ഭവനത്തെ പോലെയാക്കും. നഗരത്തിൽ വെച്ച് മരിക്കുന്ന ബാഷായുടെ ബന്ധുവിനെ നായ്ക്കൾ ഭക്ഷിക്കും. വയലിൽ വെച്ച് മരിക്കുന്ന അവന്റെ ബന്ധുവിനെ ആകാശത്തിലെ പറവകളും ഭക്ഷിക്കും. ബാഷായുടെ പ്രവൃത്തികളുടെ ശിഷ്ടഭാഗവും അവൻ ചെയ്തത് അവന്റെ ശക്തി വൈഭവവും ഇസ്രായേൽ രാജാക്കന്മാരുടെ ദിനവൃത്താന്ത പുസ്തകത്തിൽ എഴുതപ്പെട്ടിട്ടില്ലേ? ബാഷായും തന്റെ പിതാക്കന്മാരോടൊത്ത് ശയിച്ചു. അവൻ തിർസായിൽ സംസ്കരിക്കപ്പെട്ടു. അവന്റെ സ്ഥാനത്ത് മകൻ ഏല രാജാവായി. ജെറോബോവാമിന്റെ കുടുംബത്തെ പോലെ തന്റെ പ്രവൃത്തികൾ മൂലം കർത്താവിനെ പ്രകോപിപ്പിക്കുന്നതിന് അവിടുത്തെ ദൃഷ്ടികളിൽ ബാഷ ചെയ്ത എല്ലാ തിന്മകളെയും പ്രതി അവൻ നാദാബിനെ വധിച്ചതിനെ പ്രതിയും അവനും അവന്റെ കുടുംബത്തിനും നേർക്ക് ഹനാനിയുടെ പുത്രൻ ഏഹു പ്രവാചകനിലൂടെ കർത്താവിന്റെ വചനമുണ്ടായിരുന്നു. യൂദാ രാജാവായിരുന്ന ആസായുടെ 26-ാം വർഷം ബാഷായുടെ മകൻ ഏല ഇസ്രായേലിന്റെ മേൽ തിർസായിൽ രാജാവായി. 2 വർഷം തുടർന്നു. എന്നാൽ അവന്റെ തേർപ്പടയുടെ അർദ്ധവിഭാഗത്തിന് അധിപനായിരുന്ന സിമ്രി അവനെതിരെ ഗൂഢാലോചന നടത്തി. അവൻ തിർസായിൽ തിർസ കൊട്ടാരത്തിന് മേലാളായിരുന്ന അർസായുടെ വീട്ടിൽ കുടിച്ച് ഉന്മത്തനായിരുന്നപ്പോൾ സിമ്രി അകത്തു കടന്ന് അവനെ വധിച്ചു. അവന്റെ സ്ഥാനത്ത് അയാൾ രാജാവായി. യൂദാ രാജാവായ ആസായുടെ 27-ാം ഭരണവർഷത്തിലായിരുന്നു അത്.
രാജാവായി തന്റെ സിംഹാസനത്തിൽ ഇരുന്നതോടെ ബാഷാ ഭവനത്തെ മുഴുവൻ അവൻ കൊന്നുകളഞ്ഞു. അതിന്റെ സ്നേഹിതനും വീണ്ടെടുപ്പുകാരനുമായി ഒരു പുരുഷനെയും അവൻ അതിന് അവശേഷിപ്പിച്ചില്ല. യേഹൂ പ്രവാചകൻ വഴി ബാഷായോട് കർത്താവ് അരുളി ചെയ്തിരുന്ന അവിടുത്തെ വാക്കനുസരിച്ച് ബാഷാ ഭവനത്തെ മുഴുവൻ സിമ്രി ഇല്ലാതാക്കി. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിനെ പ്രകോപിപ്പിക്കുന്നതിന് തങ്ങളുടെ വിഗ്രഹങ്ങൾ കൊണ്ട് അവർ ചെയ്തതും ഇസ്രായേലിനെ കൊണ്ട് അവർ ചെയ്യിച്ചതുമായ ബാഷയുടെ എല്ലാ പാപങ്ങളെ പ്രതിയും അവന്റെ പുത്രൻ ഏലായുടെ പാപങ്ങളെ പ്രതിയുമാണിത്. ഏലായുടെ പ്രവർത്തികളുടെ ശിഷ്ടഭാഗവും അവൻ ചെയ്തവയോരോന്നും ഇസ്രായേൽ രാജാക്കന്മാരുടെ ദിനവൃത്താന്ത പുസ്തകത്തിൽ എഴുതപ്പെട്ടിട്ടില്ലേ? യൂദാ രാജാവ് ആസായുടെ 27-ാം വർഷം തിർസായിൽ സിമ്രി 7 ദിവസം ഭരിച്ചു. ജനം ഫിലിസ്തീയരുടെ ഗിബത്തോണിനെതിരെ പാളയമടിച്ചിരിക്കുകയായിരുന്നു. സിമ്രി ഗൂഢാലോചന നടത്തി രാജാവിനെ വധിച്ചു എന്ന് പാളയമടിച്ചിരുന്ന സൈന്യം കേട്ടു. ആ ദിവസം തന്നെ ഇസ്രായേൽക്കാരെല്ലാവരും സേനാനായകനായ ഓമ്രിയെ പാളയത്തിൽ വെച്ച് ഇസ്രായേലിന്റെ മേൽ രാജാവാക്കി. ഓമ്രിയും അവനോടൊപ്പം ഇസ്രായേൽ മുഴുവനും ഗിബത്തോണിൽ നിന്ന് കയറി ചെന്ന് തിർസ വളഞ്ഞു. പട്ടണം പിടിക്കപ്പെട്ടെന്ന് സിമ്രി കണ്ടപ്പോൾ അവൻ രാജകൊട്ടാരത്തിന്റെ ഉള്ളറയിൽ കടന്ന് തനിക്കുമീതെ രാജകൊട്ടാരത്തിന് തീ കൊളുത്തി. അങ്ങനെ അവൻ മരിച്ചു. ജെറോബോവാമിന്റെ മാർഗത്തിലും ഇസ്രായേലിനെ വഴിതെറ്റിക്കുന്നതിനായി അയാൾ ചെയ്ത അയാളുടെ പാപങ്ങളിലും നടന്നുകൊണ്ട് കർത്താവിന്റെ ദൃഷ്ടികളിൽ തിന്മയാകും വിധം അവൻ ചെയ്ത അവന്റെ പാപങ്ങളെ പ്രതിയായിരുന്നു അത്. സിമ്രിയുടെ പ്രവർത്തികളുടെ ശിഷ്ടഭാഗവും അവൻ നടത്തിയ ഗൂഢാലോചനയും ഇസ്രായേൽ രാജാക്കന്മാരുടെ ദിനവൃത്താന്ത പുസ്തകത്തിൽ എഴുതപ്പെട്ടിട്ടില്ലേ? അക്കാലത്ത് ഇസ്രായേൽ ജനം പകുതി വീതം തിരിഞ്ഞു. ജനത്തിന്റെ ഒരു പകുതി ഗിനാത്തിന്റെ മകൻ തിപ്നിയെ രാജാവാക്കാൻ അവന്റെ പിന്നാലെയും മറ്റേ പകുതി ഓമ്രിയുടെ പിന്നാലെയും. ഓമ്രിയുടെ അനുയായികളായിരുന്ന ജനം ഗിനാത്തിന്റെ മകൻ തിപ്നിയുടെ അനുയായികളായിരുന്ന ജനത്തേക്കാൾ ശക്തരായിരുന്നു. തിപ്നി മരിക്കുകയും ഓമ്രി രാജാവാകുകയും ചെയ്തു. യൂദാ രാജാവായ ആസായുടെ 31-ാം വർഷം ഓമ്രി ഇസ്രായേലിന്റെ മേൽ രാജാവായി. അവൻ 12 വർഷം ഭരിച്ചു. തിർസായിലായിരുന്നു അവൻ 6 വർഷം ഭരിച്ചത്. അവൻ ഷേമേറിൽ നിന്ന് 2 താലന്ത് വെള്ളിക്ക് സമറിയ മല വാങ്ങി. അവൻ ആ മല രൂപപ്പെടുത്തി താൻ നിർമ്മിച്ച പട്ടണത്തിന്റെ പേര് മലയുടെ ഉടമയായ ഷേമേറിന്റെ പേരിനോട് ചേർത്ത് സമറിയ എന്ന് വിളിച്ചു. ഓമ്രി കർത്താവിന്റെ ദൃഷ്ടികളിൽ തിന്മ പ്രവർത്തിച്ചു. തനിക്ക് മുമ്പുണ്ടായിരുന്ന എല്ലാവരെയും കാൾ അവൻ ദുഷ്ടനായിരുന്നു. തങ്ങളുടെ വിഗ്രഹങ്ങൾ കൊണ്ട് ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിനെ പ്രകോപിപ്പിക്കുന്നതിന് ഇസ്രായേലിനെ വഴിതെറ്റിച്ച നെബാത്തിന്റെ മകൻ ജെറോബോവാമിന്റെ എല്ലാ മാർഗങ്ങളിലും അവന്റെ പാപങ്ങളിലും അവൻ ചരിച്ചു. ഓമ്രി ചെയ്ത പ്രവൃത്തികളുടെ ശിഷ്ടഭാഗവും അവൻ പ്രകടിപ്പിച്ച ശക്തി വൈഭവവും ഇസ്രായേൽ രാജാക്കന്മാരുടെ ദിനവൃത്താന്ത പുസ്തകത്തിൽ എഴുതപ്പെട്ടിട്ടില്ലേ? ഓമ്രി പിതാക്കന്മാരോടൊത്ത് ശയിച്ചു. അവൻ സമറിയായിൽ സംസ്കരിക്കപ്പെട്ടു. അവന്റെ സ്ഥാനത്ത് മകൻ ആഹാബ് രാജാവായി. യൂദാ രാജാവായ ആസായുടെ 38-ാം വർഷം ഓമ്രിയുടെ മകൻ ആഹാബ് ഇസ്രായേലിന്റെ മേൽ രാജാവായി. ഓമ്രിയുടെ മകൻ ആഹാബ് സമറിയായിൽ ഇസ്രായേലിന്റെ മേൽ 22 വർഷം ഭരണം നടത്തി. തനിക്ക് മുമ്പുണ്ടായിരുന്ന എല്ലാവരെയും കാൾ ഓമ്രിയുടെ മകൻ ആഹാബ് കർത്താവിന്റെ ദൃഷ്ടികളിൽ തിന്മ പ്രവർത്തിച്ചു. നെബാത്തിന്റെ മകൻ ജെറോബോവാമിന്റെ പാപങ്ങളിൽ വ്യാപരിക്കുന്നത് പോരാഞ്ഞിട്ട് അവൻ സീദോൻ രാജാവായ എദ്ബാലിന്റെ മകൾ ജെസബലിനെ ഭാര്യയായി സ്വീകരിച്ചു. അവൻ പോയി ബാലിനെ സേവിക്കുകയും അവനെ ആരാധിക്കുകയും ചെയ്തു. സമറിയായിൽ താൻ പണിയിച്ച ബാൽ ക്ഷേത്രത്തിൽ ബാലിന് അവൻ ഒരു ബലിപീഠം സ്ഥാപിച്ചു. ആഹാബ് അശേരയെ ഉണ്ടാക്കി. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിനെ പ്രകോപിപ്പിക്കാൻ തനിക്ക് മുമ്പുണ്ടായിരുന്ന എല്ലാ ഇസ്രായേൽ രാജാക്കന്മാരെയും കാൾ കൂടുതലായി അവൻ പ്രവർത്തിച്ചു. ബെഥേലുകാരനായ ഹിയേൽ അവന്റെ കാലത്ത് ജെറീക്കോ പണിയിച്ചു. നൂനിന്റെ മകൻ ജോഷുവ വഴി കർത്താവ് അരുളി ചെയ്തിരുന്ന വചനം പോലെ ആദ്യജാതൻ അബിറാമിനെ കൊണ്ട് അവൻ അതിന് അടിസ്ഥാനമിട്ടു.
ഇളയവനായ സെഹൂബിനെ കൊണ്ട് അവൻ അതിന്റെ വാതിൽ നാട്ടി. ഏശയ്യാ പ്രവാചകന്റെ പുസ്തകം 11-ാം അധ്യായം. ജസ്സയുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള പുറപ്പെടും, അവന്റെ വേരിൽ നിന്ന് ഒരു ശാഖ പൊട്ടിക്കിളിർക്കും. കർത്താവിന്റെ ആത്മാവ് അവന്റെ മേൽ ആവസിക്കും, ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവ്, ഉപദേശത്തിന്റെയും ശക്തിയുടെയും ആത്മാവ്, അറിവിന്റെയും കർത്തൃഭയത്തിന്റെയും ആത്മാവ്. അവൻ കർത്തൃഭക്തിയിൽ ആനന്ദം കൊള്ളും. തന്റെ കണ്ണുകൾ കാണുന്നത് കൊണ്ട് മാത്രം അവൻ ന്യായം വിധിക്കുകയോ തന്റെ ചെവികൾ കേൾക്കുന്നത് കൊണ്ട് മാത്രം അവൻ വിധി നടത്തുകയോ ഇല്ല. ദരിദ്രരെ അവൻ ധർമ്മനിഷ്ഠയോടെ വിധിക്കും. ഭൂമിയിലെ എളിയവർക്കായി അവൻ നിഷ്പക്ഷമായി വിധി നടത്തും. തന്റെ ആജ്ഞാദണ്ഡ് കൊണ്ട് അവൻ ഭൂമിയെ പ്രഹരിക്കും. തന്റെ അധരങ്ങളുടെ നിശ്വാസം കൊണ്ട് അവൻ ദുഷ്ടരെ നിഗ്രഹിക്കും. നീതി അവന്റെ അരക്കച്ചയും വിശ്വസ്തത അവന്റെ അരപ്പട്ടയുമായിരിക്കും. ചെന്നായ് ആട്ടിൻകുട്ടിയോടൊത്ത് വസിക്കും, പുള്ളിപ്പുലി കോലാട്ടിൻകുട്ടിയോട് കൂടെ കിടക്കും. പശുക്കിടാവും സിംഹക്കുട്ടിയും കൊഴുത്ത മൃഗവും ഒരുമിച്ചായിരിക്കും. ഒരു ചെറിയ ബാലൻ അവയെ നയിക്കും. പശുവും കരടിയും ഒരുമിച്ചു മേയും, അവയുടെ കുട്ടികൾ ഒന്നിച്ചു കിടക്കും. സിംഹം കാളയെപ്പോലെ വക്യോൽ തിന്നും. മുല കുടിക്കുന്ന ശിശു സർപ്പപ്പൊത്തിന് മുകളിൽ കളിക്കും. മുലകുടി മാറിയ കുട്ടി അണലിയുടെ അളയിൽ കൈയിടും. എന്റെ വിശുദ്ധഗിരിയിൽ ഒരിടത്തും അവരാരും ദ്രോഹമോ നാശമോ ചെയ്യുകയില്ല. കാരണം സമുദ്രത്തെ ജലം മൂടുന്നത് പോലെ ഭൂമി കർത്തൃജ്ഞാനം കൊണ്ട് നിറയും. ജനങ്ങൾക്ക് അടയാളമായി നിലകൊള്ളുന്ന ജസ്സയുടെ വേരിനെ അന്ന് ജനതകൾ അന്വേഷിക്കും. അവന്റെ വിശ്രമസ്ഥലം മഹത്വപൂർണമായിരിക്കും. അന്ന് അസീറിയ, ഈജിപ്ത്, പാത്രോസ്, കുഷ്, ഏലോം, ഷീനാർ, ഹാമാത്ത് എന്നിവിടങ്ങളിലും സമുദ്രത്തിന്റെ തീരദേശങ്ങളിലും അവശേഷിച്ചിരിക്കുന്ന തന്റെ ശിഷ്ടജനത്തെ നാഥൻ തന്റെ കരത്താൽ രണ്ടാമതും വീണ്ടെടുക്കും. ജനതകൾക്ക് അവിടുന്ന് ഒരടയാളം ഉയർത്തും. ഇസ്രായേലിൽ നിന്ന് നാടുകടത്തപ്പെട്ടവരെ അവിടുന്ന് ഒരുമിച്ച് ചേർക്കുകയും യൂദായിൽ നിന്ന് ചിതറിപ്പോയവരെ ഭൂമിയുടെ 4 കോണുകളിലും നിന്ന് ഒരുമിച്ച് കൂട്ടുകയും ചെയ്യും. എഫ്രായിമിന്റെ അസൂയ നീങ്ങുകയും യൂദായെ വെറുക്കുന്നവൻ വിച്ഛേദിക്കപ്പെടുകയും ചെയ്യും. എഫ്രായിം യൂദായോട് അസൂയ പുലർത്തുകയോ യൂദ എഫ്രായിമിനോട് വൈരം കാണിക്കുകയോ ഇല്ല. അവർ ഒന്നു ചേർന്ന് പടിഞ്ഞാറുള്ള ഫിലിസ്തീനരുടെ തോളിൽ ചാടി വീഴുകയും കിഴക്കുള്ളവരെ കൊള്ളയടിക്കുകയും ചെയ്യും. ഏദോമിനും മൊവാബിനും എതിരായി അവർ കരമുയർത്തും. അമോര്യർ അവരെ അനുസരിക്കും. ഈജിപ്തിലെ കടലിടുക്കിനെ കർത്താവ് പൂർണ്ണമായി നശിപ്പിക്കും. നദിയുടെ മേൽ അവിടുന്ന് ഉഷ്ണക്കാറ്റോടു കൂടെ തന്റെ കൈ വീശും. അവിടുന്ന് അതിനെ തകർത്ത് 7 തോടുകളായി പിരിക്കും. അവൻ ചെരുപ്പുകളിൽ അവരെ നടത്തും. ഈജിപ്ത് ദേശത്തു നിന്ന് പുറപ്പെട്ട ദിനം ഇസ്രായേലിനുണ്ടായിരുന്നതുപോലെ ഒരു രാജവീതി അസീറിയയിൽ അവശേഷിക്കുന്ന അവിടുത്തെ ജനത്തിനുമുണ്ടായിരിക്കും. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 1 മുതൽ 21 വരെയുള്ള തിരുവചനങ്ങൾ. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ആട്ടിൻ തൊഴുത്തിലേക്ക് വാതിലിലൂടെയല്ലാതെ മറ്റു വഴിക്ക് കടക്കുന്നവൻ കള്ളനും കവർച്ചക്കാരനുമാണ്. എന്നാൽ വാതിലിലൂടെ പ്രവേശിക്കുന്നവൻ ആടുകളുടെ ഇടയനാണ്. കാവൽക്കാരൻ അവന് വാതിൽ തുറന്നു കൊടുക്കുന്നു. ആടുകൾ അവന്റെ സ്വരം കേൾക്കുന്നു. അവൻ തന്റെ ആടുകളെ പേരുചൊല്ലി വിളിക്കുകയും അവയെ പുറത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നു. തനിക്കുള്ളവയെ എല്ലാം പുറത്തിറക്കിയിട്ട് അവൻ അവയ്ക്ക് മുൻപേ നടക്കുന്നു. അവന്റെ സ്വരം തിരിച്ചറിയുന്നത് കൊണ്ട് ആടുകൾ അവനെ അനുഗമിക്കുന്നു. അവ ഒരിക്കലും അപരിചിതനെ അനുഗമിക്കുകയില്ല. അന്യരുടെ സ്വരം അറിയാത്തത് കൊണ്ട് അവ അവരിൽ നിന്ന് ഓടിയകലും. യേശു അവരോട് ഈ ഉപമ പറഞ്ഞു. എന്നാൽ അവൻ തങ്ങളോട് പറഞ്ഞതെന്തെന്ന് അവർ മനസ്സിലാക്കിയില്ല. അതുകൊണ്ട് യേശു വീണ്ടും പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാനാണ് ആടുകളുടെ വാതിൽ. എനിക്ക് മുമ്പേ വന്നവരെല്ലാം കള്ളന്മാരും കവർച്ചക്കാരുമായിരുന്നു. ആടുകൾ അവരെ ശ്രവിച്ചില്ല. ഞാനാണ് വാതിൽ. എന്നിലൂടെ പ്രവേശിക്കുന്നവൻ രക്ഷ പ്രാപിക്കും. അവൻ അകത്തു വരികയും പുറത്തു പോവുകയും
മേച്ചിൽ സ്ഥലം കണ്ടെത്തുകയും ചെയ്യും. മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനുമാണ് കള്ളൻ വരുന്നത്. ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവൻ ഉണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകാനുമാണ്. ഞാൻ നല്ല ഇടയനാണ്. നല്ല ഇടയൻ ആടുകൾക്കു വേണ്ടി സ്വജീവൻ അർപ്പിക്കുന്നു. ഇടയനല്ലാത്തവനും ആടുകൾ സ്വന്തമല്ലാത്തവനുമായ കൂലിക്കാരൻ ചെന്നായി വരുന്നത് കാണുമ്പോൾ ആടുകളെ ഉപേക്ഷിച്ച് ഓടിപ്പോകുന്നു. ചെന്നായി വന്ന് അവയെ പിടിക്കുകയും ചിതറിച്ചു കളയുകയും ചെയ്യുന്നു. അവൻ ഓടിപ്പോകുന്നത് കൂലിക്കാരനായതുകൊണ്ടും ആടുകളെപ്പറ്റി ചിന്തയില്ലാത്തവനായതുകൊണ്ടുമാണ്. ഞാൻ നല്ല ഇടയനാണ്. ഞാൻ എനിക്കുള്ളവയെയും എനിക്കുള്ളവ എന്നെയും അറിയുന്നു. പിതാവ് എന്നെയും ഞാൻ പിതാവിനെയും അറിയുന്നത് പോലെ തന്നെ. ഞാൻ ആടുകൾക്കു വേണ്ടി എൻ്റെ ജീവൻ അർപ്പിക്കുന്നു. ഈ തൊഴുത്തിൽപ്പെടാത്ത മറ്റാടുകളും എനിക്കുണ്ട്. അവയെയും ഞാൻ കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. അവ എൻ്റെ സ്വരം ശ്രവിക്കാം. അങ്ങനെ ഒരാട്ടിൻ പറ്റവും ഒരിടയനുമാകും. വീണ്ടും എടുക്കുന്നതിന് വേണ്ടി ഞാൻ ജീവൻ അർപ്പിക്കുന്നതിനാൽ പിതാവ് എന്നെ സ്നേഹിക്കുന്നു. ആരും എന്നിൽ നിന്ന് അത് പിടിച്ചെടുക്കുകയല്ല. ഞാനത് സോമനസ്സ അർപ്പിക്കുകയാണ്. അത് അർപ്പിക്കാനും വീണ്ടും എടുക്കാനും എനിക്ക് അധികാരമുണ്ട്. ഈ കൽപ്പന എൻ്റെ പിതാവിൽ നിന്നാണ് എനിക്ക് ലഭിച്ചത്. ഈ വാക്കുകൾ മൂലം യഹൂദരുടെ ഇടയിൽ വീണ്ടും ഭിന്നതയുണ്ടായി. അവന് പിശാചുണ്ട്, അവന് ഭ്രാന്താണ്, എന്തിന് അവൻ പറയുന്നത് കേൾക്കുന്നു എന്നിങ്ങനെ അവരിൽ ഏറെ പേർ പറഞ്ഞു. എന്നാൽ മറ്റുള്ളവർ പറഞ്ഞു, ഈ വാക്കുകൾ പിശാചു ബാധിതന്റേതല്ല. പിശാചിന് അന്ധരുടെ കണ്ണുകൾ തുറക്കാൻ കഴിയുമോ? ദൈവവചനമേ, നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ.